പ്രീമിയർ ലീഗിൽ മനോഹരമായ രീതിയിലാണ് ചെൽസി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു പോരാട്ടമായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ വളരെ ശ്രദ്ധേയമായ മത്സരത്തിൽ 3-0 തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കാൻ ചെൽസിയുടെ യുവനിരയ്ക്ക് സാധിച്ചു. എൻസോ മറസ്കയ്ക്ക് അവരുടെ കോച്ചിന് ഒരു ബിഗ് ക്രെഡിറ്റ് തന്നെ കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ടീമിനെ ഓർഗനൈസ് ചെയ്തൊരു കറക്റ്റ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടെയാണ് കളിക്കുന്നത്. ഇപ്പോൾ കോൾ പാമർ സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റ് നൽകി. അതുകൂടാതെ നിക്ലസ് ജാക്സൺ വീണ്ടും സ്കോർ ചെയ്തു. നിക്ലസ് ജാക്സൺ ആണ് പല മത്സരങ്ങളും ചെൽസിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നിക്ലസ് ജാക്സൺ. ആ ഒരു വിമർശനങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പം മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വളരെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് എൻസോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് ആണ്. എൻസോ ഫെർണാണ്ടസ് ശരിക്കും ചെൽസിയുടെ ഒരു എഞ്ചിനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ അവസാന 6 മത്സരങ്ങളിൽ എൻസോ ഫെർണാണ്ടസ് 6 അസിസ്റ്റും 2 ഗോളുകളുമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ മനോഹരമായുള്ള ഒരു സെമി വോളിംഗ് ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെൽസി വളരെ ഒരു ഒരു ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ പ്രോമിസിംഗ് ആയുള്ള ഒരു സംഭവമാണ് ചെൽസിയെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ 2 സീസണുകളിലും വളരെ സ്ട്രഗിൾ ചെയ്തൊരു ടീമാണ്. അപ്പം ഒരു റീബൗണ്ട് ടൈമാണ് ചെൽസിയെ സംബന്ധിച്ച്. അപ്പം ചെൽസിക്ക് ഈ ഒരു മുന്നേറ്റം, അതായത് ഈ രീതിയിലുള്ള ആ ഒരു മൊമെന്റം അവർക്ക് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരമായിരുന്നു. റൂബൻ അമോറിം വന്നതിന് ശേഷം യുണൈറ്റഡിന്റെ എല്ലാ മത്സരങ്ങളും വളരെ ഇമ്പോർട്ടൻറ്റോടെയാണ് എല്ലാവരും കാണുന്നത്, ഇമ്പോർട്ടൻസോടെയാണ് എല്ലാവരും കാണുന്നത്. നല്ലൊരു മത്സരമായിരുന്നു. 4-0 ഒരു വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയിരിക്കുകയാണ് എവർട്ടനെതിരെ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 4 ഗോളിൻ്റെ ഡിഫറൻസിലൊരു വിജയമൊക്കെ യുണൈറ്റഡ് സ്വന്തമാക്കുന്നത് പ്രീമിയർ ലീഗിൽ. എന്തായാലും അതൊരു വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച്. കാരണം ഒരുപാട് മേഖലയിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും റൂബൻ അമോറിമിൻ്റെ ആ ഒരു ടാക്ടിക്സ് ഒക്കെ സ്ലോലി ആണെങ്കിലും വർക്കൗട്ടായി വരുന്നു. സിർക്സി 2 ഗോൾ നേടുന്നു, റാഷ്ഫോർഡ് 2 ഗോളുകൾ നേടുന്നു. അപ്പോൾ സിർക്സിയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന താരമായിരുന്നു, ഒരു ഗോളടിക്കാൻ അറിയാത്ത സ്ട്രൈക്കർ എന്നൊക്കെയായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, 2 ഗോളുകൾ നേടുന്നു. അതുകൂടാതെ റാഷ്ഫോർഡ് തൻ്റെ പ്രതിഭയ്ക്കൊത്തുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ ഇതിലൊക്കെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നമുക്ക് പറയേണ്ടത് അമദിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അമദ് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല. കാരണം 2 ഗോളുകൾക്ക് അദ്ദേഹം അസിസ്റ്റ് നൽകി, മറ്റൊരു ഗോളിന് പ്രീ അസിസ്റ്റ് നൽകി. ബോൾ റിക്കവർ ചെയ്തെടുക്കുന്നതിലും പ്രസ്സിങ്ങിലാണെങ്കിലും അതുകൂടാതെ തന്നെ റൈറ്റ് വിങ്ങിൽ ശരിക്കും ഒരു തീയായിട്ടായിരുന്നു അമദ് കളിച്ചിരുന്നത്. അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ്. ടെൻഹാഗ് വെറുതെ ബെഞ്ചിലിരുത്തിയ ഒരു പ്ലെയറിൻ്റെ പൊട്ടൻഷ്യൽ അമോറിം എന്തായാലും കണ്ടെത്തിയിരിക്കുകയാണ്. അമോറിമിനെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹം മാറ്റി പരീക്ഷിച്ച് കറക്റ്റായിട്ടൊരു ടീമിന്, അതായത് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നയമെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു മികച്ച 11 തിരഞ്ഞെടുക്കുക. അപ്പം ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആസ് യൂഷ്വൽ മസ്റോയിയുടെ ഒക്കെ പെർഫോമൻസ് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു. കാസ്റ്റമറോ നന്നായിട്ട് കളിച്ചു, എല്ലാവരും നന്നായിട്ട് കളിച്ചു എന്ന് പറയാം. കാരണം ഒനാനയുടെ സേവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് നമ്മൾ ഏർലി സ്റ്റേജിലാണെങ്കിൽ പോലും സാറ്റിസ്ഫാക്ടറി ആണ്, എബോവ് സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം നല്ല രീതിയിൽ തന്നെ ടീം കളിക്കുന്നുണ്ട്. ഒന്ന് ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുടക്കത്തിലുള്ള ഒരു ഹണിമൂൺ പീരീഡിൽ ഉണ്ടാകുന്ന ആ ഒരു ആവേശം തുറന്നു കൊണ്ടുപോകേണ്ടത് ഇദ്ദേഹത്തെ സംബന്ധിച്ച്, കോച്ചിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. മുൻ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ബിഗ് ടെസ്റ്റ്, ഇപ്പം നിലവിലിപ്പം അമോറിമിൻ്റെ കീഴിൽ ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ സമനിലയായിരുന്നു. അതിനുശേഷം ബോഡോ ഗ്ലിമിറ്റിനെ യൂറോപ്പ ലീഗിൽ 3-2 പരാജയപ്പെടുത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയൊരു വിജയം 4-0 ഒരു വിജയം എവർട്ടനെതിരെ നേടിയിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ പോലും ചില ഡിഫൻസിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം വമ്പൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടാതെ നോക്കണം. അതാണ് ഇനിയിപ്പം അദ്ദേഹം തന്നെ അത് പറഞ്ഞു മത്സരശേഷം, അമോറിം തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയിപ്പം യുണൈറ്റഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബിഗ് ടെസ്റ്റ് വരുന്നത് ഇപ്പം നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ്. ആസലിനെതിരെയാണ് മത്സരം, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ്. അവിടെ നമുക്കറിയാം എന്താണ് യുണൈറ്റഡിന് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം യുണൈറ്റഡിനുള്ളത് 2 നിർണായക താരങ്ങൾ കളിക്കില്ല എന്നുള്ളതാണ്. സസ്പെൻഷൻ കാരണം ലിസാൻഡ്രോ മാർട്ടിനസിനും പിന്നെ കോബി മൈനോവിനും കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ചെറിയ പ്രോബ്ലം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ വരും ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം എന്നുള്ളത്. കാരണം അതിനുവേണ്ടി ഇനിയിപ്പം കാത്തിരിക്കാം.